കർഷകർക്കായി ജൈവഗ്രാമം, മത്സ്യത്തൊഴിലാളികൾക്കായി സംയോജിത തീരദേശ വികസന പദ്ധതി എന്നിവ നടപ്പിലാക്കുമെന്ന് നാഷണൽ NGO കോൺഫെഡറേഷൻ. ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീനുകൾ, ഇരുചക്രവാഹനങ്ങൾ തുടങ്ങിയവ 50% സബ്സിഡിയിൽ വിതരണം ചെയ്തതായും ഭാരവാഹികൾ പറഞ്ഞു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് വേണ്ടി ജൈവഗ്രാമം, മത്സ്യത്തൊഴിലാളികൾക്ക് സംയോജിത തീരദേശ വികസന പദ്ധതി എന്നിവ നടപ്പിലാക്കുമെന്ന് നാഷണൽ ചെയർമാൻ KN ആനന്ദകുമാറും ദേശീയ കോർഡിനേറ്റർ അനന്തുകൃഷ്ണനും പറഞ്ഞു. NGOസിനെ അവർക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകരുകയും അവരെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യുകയും അവർക്ക് വേണ്ട അനവധി കാര്യങ്ങൾ മറ്റെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് നേടാമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഉദ്ദേശം. അതുപ്രകാരമാണിത് രൂപം കൊണ്ടത്. ഇതിൻ്റെ ഫൗണ്ടർ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയാണ്. +2 മുതൽ പഠിക്കുന്ന 25,000 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 25,000 തയ്യൽ മെഷീനുകൾ, വോൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 1000 സ്ത്രീകൾക്ക് ഇരുചക്രവാഹനം എന്നിവ നടപ്പിലാക്കി വരുന്നുണ്ട്. ലാപ്ടോപ്പ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താനും പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 50% തുക സബ്സിഡിയായി നൽകിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് മോഹൻ കോട്ടൂർ, ബേബി കിഴക്കേ ഭാഗം തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം